ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു പുതിയ പടമാണ്. പടം പുതിയതാണ്, പക്ഷേ കുറച്ച് കാലമായി ഇറങ്ങിയിട്ട്, പക്ഷേ OTT-ൽ ഈ അടുത്തായിട്ടാണ് ഇറങ്ങിയത്. അപ്പം നമ്മളിന്ന് പറയാൻ പോകുന്നത് പ്രാവിൻകുടി ചാപ്പാണ്. അപ്പം അത് ഡയറക്റ്റ് ചെയ്തത് ശ്രീജിത്ത് ശ്രീനിവാസൻ. അതിൽ വൻ താരനിരയാണ്. ബേസിൽ ജോസഫ്, ചെമ്പൻ വിനോദ് ജോസ്, പിന്നെ സൗബിൻ ഷാഹിറാണ് മെയിൻ കഥാപാത്രമായിട്ട് ഇറങ്ങുന്നത്. അപ്പം ആ പടം ഞാൻ ഇന്നലെ കണ്ടു. 2 ദിവസം മുന്നേ OTT-ൽ ഇറങ്ങിയിരുന്നു. അപ്പം ഒരു വാക്കിൽ പറയുകയാണെങ്കിൽ പടം കുഴപ്പമില്ല. പക്ഷേ ഞാൻ വിചാരിച്ച അത്ര എത്തിയില്ല. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ബേസിൽ ജോസഫിൻ്റെ ഫാനല്ല, പക്ഷെ പല സിനിമകളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൊന്മാനൊക്കെ നല്ല രസമുള്ള സിനിമകളായിരുന്നു. പ്രാവിൻകുടി ചാപ്പിൻ്റെ പ്രശ്നങ്ങളും അത് നല്ലതായിട്ട് എടുത്ത സീനുകളുമാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. മിക്കവാറും ഞാൻ സ്ക്രിപ്റ്റൊന്നും വെച്ചിട്ടല്ല പറയാൻ പോകുന്നത്. എനിക്ക് മനസ്സിൽ തോന്നിയ, ആ പടം കണ്ടിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങളെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ചിന്തിക്കുന്നുള്ളൂ. ആ പടം ഞാൻ ചെയ്ത തെറ്റെന്ന് വെച്ചാൽ ചിലപ്പം ഭയങ്കര എക്സ്പെക്റ്റേഷൻ വെച്ചിട്ട് കണ്ടതായിരിക്കാം. പക്ഷേ നിങ്ങളും അങ്ങനെ ഒരു ബേസിൽ ജോസഫ്, സൗബിൻ ഷാഹിർ, ചെമ്പൻ വിനോദൊക്കെ ഉള്ള ഒരു സിനിമയിൽ കാണുമ്പം നിങ്ങൾക്കും ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവാം. പക്ഷെ അത് വെച്ചിട്ട് കാണാൻ പോയാൽ അങ്ങനെ പറയാൻ പറ്റില്ല. അതൊരു ആവറേജ് മൂവി എന്ന് പറയാം. പക്ഷേ അതിൻ്റെ ആ ഒരു വൈബ് അതിൻ്റെ ഒരു പ്രത്യേക വൈബാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്കിങ്ങനെ പറയാൻ പറ്റുന്ന രീതിയിലുള്ളതല്ല. ഞാൻ ആദ്യം പറയാം, എല്ലാവരും അത് പോയി കാണണം. അത് നല്ല പടമാണ്. അത് നല്ല സിനിമാറ്റോഗ്രഫിയാണ്. അതിൻ്റെ ഒരു വൈബ് പുൾ ഓഫ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അതൊരു പുതിയ നെക്സ്റ്റ് ലെവൽ എറയാണ് നമ്മളുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലേക്കൊക്കെ എത്തിക്കാൻ നോക്കുന്നത്. അതിലത് ശരിക്കും വിജയിച്ചിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു വൈബ് പുൾ ഓഫ് ചെയ്യാൻ നല്ലോണം ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അതിൻ്റെ ഡയറക്ടർ നല്ലോണം പുൾ ഓഫ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അതിൻ്റെ നടന്മാരെ ആക്ടിങ് നല്ല അടിപൊളിയായിരുന്നു. നല്ല കിട്ടു സാധനമാണ്. പക്ഷേ ആ പടം ശരിക്കും ഡിസപ്പോയിൻ്റ് ചെയ്തത് അതിൻ്റെ ലാസ്റ്റ് 30 മിനിറ്റ്സിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പടം നമ്മൾ വിചാരിക്കുന്ന നമ്മളെ തിരിപ്പിക്കും. അതിൻ്റേതായിട്ടുള്ള മൂമെൻറ്റ്സ് ഉണ്ട്. അത് നമ്മുടെ സീറ്റിൽ ഇരുത്തിപ്പിക്കുന്ന അത്രക്കും നമുക്ക് ഇഷ്ടപ്പെടുന്ന ചില മൊമെൻറ്റ്സ് ഉണ്ട്. അതിൻ്റെ നടുവിലൊക്കെ എത്തുമ്പം അതിൻ്റേതായിട്ടുള്ള നല്ല സീനുകളൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ ലാസ്റ്റ് 30 മിനിറ്റ്സിലേക്ക് എത്തുമ്പം നമ്മൾ വിചാരിക്കും എന്തോ സംഭവം നടക്കാൻ പോവുകയാണെന്ന്. പക്ഷേ നമ്മളൊരു ഫാൻസിനൊക്കെ ഒരു ഡിസപ്പോയിൻ്റ് ചെയ്യുന്ന, ഓഡിയൻസിനെ ഒരു ഡിസപ്പോയിൻ്റ് ചെയ്യുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു എൻഡിങ്. നിങ്ങൾ കണ്ടവർക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് അറിയാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ പടം ഡിസപ്പോയിൻ്റ് ചെയ്യുന്നത് ലാസ്റ്റ് 30 മിനിറ്റ്സിലാണ്. പ്രത്യേകിച്ച് അതിൻ്റെ എഡിറ്റിങ്ങും അതിൻ്റെ ഒരു റിവീൽ ചെയ്യുന്ന, ആരാണ് ചെയ്തതെന്ന് റിവീൽ ചെയ്യുന്ന ലാസ്റ്റ് ഒരു 30 മിനിറ്റ്സ്, അത് നല്ലൊരു ക്രിഞ്ചാക്കിയിട്ട്, ഒരു ക്ലീഷേ ആക്കിയിട്ട്, അതിൻ്റെ ആ ഒരു ബാക്കിയുള്ള ഒരു 2 hours അത് പുൾ ഓഫ് ചെയ്ത ആ ഒരു രീതി ലാസ്റ്റ് 30 മിനിറ്റ്സിൽ പുൾ ഓഫ് ചെയ്തിട്ടില്ല. പിന്നെ ബേസിൽ ജോസഫിൻ്റെയും സൗബിൻ ഷാഹിറിൻ്റെയും ഒക്കെ ഒരു വൈബ്, ഒരു ആക്ടിങ് അടിപൊളിയാണ്. ആക്ടിങ് മാസ്റ്റർ ക്ലാസ് ആണ്. അത് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. പക്ഷേ ആ പടം എവിടെയോ ഒരു ഫോൾട്ട് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പടം അങ്ങോട്ട് അത്ര എത്തിയില്ല. ആ പടം അത് വിചാരിച്ചത്ര എത്തിയില്ല. പക്ഷെ ആ പടം ശരിക്കും ഒരു പുതിയ എറയാണ്. നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രി ഇതുവരെ കാണാത്തൊരു ടേസ്റ്റാണ് അത് ഇപ്പോൾ കൊണ്ടുവന്നത്. അതേപോലത്തെ ഇനിയും നല്ല പടങ്ങൾ ഇറക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നല്ലൊരു പുൾ ഓഫ് ചെയ്യുന്ന, നന്നായിട്ട് പുൾ ഓഫ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റ്. പക്ഷെ നല്ല സിനിമയാണ്. ഒരു ആവറേജ്, നിങ്ങൾ അത്ര എക്സ്പെക്റ്റേഷൻസ് ചിന്തിക്കാണ്ട് പോയാൽ മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിൽ ജോസഫ് അടിപൊളി ആക്ടറാണ്. ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള റോൾസ് ചെയ്യാൻ കഴിവുള്ളൊരു ആക്ടറാണ് ബേസിൽ ജോസഫ്. ബേസിൽ ജോസഫിൻ്റെ പണ്ടത്തെ ഈ നുണക്കുഴി, പൊന്മാൻ പോലത്തുള്ള ഓരോ ക്യാരക്ടേഴ്സ് കണ്ടിട്ട് ഇതിലേക്ക് പോകരുത്. ഇത് നല്ല റൈറ്റിംഗ് ഒക്കെയാണ്, പക്ഷെ അതിൻ്റേതായിട്ടുള്ള ഒരു എൻഡിങ് അവർ വൃത്തിക്ക് ചെയ്തില്ല. അതേ ഉള്ളൂ എനിക്ക് പറയാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നല്ല ബോറടിപ്പിച്ചു. നമ്മൾ 2.5 മണിക്കൂർ എന്ന് വിചാരിച്ചിട്ട് 4 മണിക്കൂർ പോലെ ഉണ്ടായിരുന്നു സിനിമ. അതിൻ്റെ ആ ഒരു വൈബ് അത് നമുക്ക് ഇരുത്തി തന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മസാല മൂവി അല്ല, അതൊരു ആർട്ട് മൂവി എന്ന് പറയാം. ആർട്ട് ഫിലിമാണ്.
അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റ് അതിനുണ്ട്. അപ്പം ചിലവർക്ക് ഇഷ്ടമാവും, ചിലവർക്ക് ഞാൻ അതിൻ്റെ റെഡിറ്റിലൊക്കെ റിവ്യൂസ് വായിച്ച് നോക്കിയപ്പോൾ മനസ്സിലായി ചിലവർക്ക് തീരെ ഇഷ്ടമായില്ല, ചിലവർക്ക് അത് എക്സെപ്ഷണലി ഇഷ്ടമായി. അത് ചിലപ്പം ആർട്ട് ഫിലിം ആയതുകൊണ്ടായിരിക്കാം ചിലവർക്ക് ഇഷ്ടമായി, ചിലവർക്ക് ഇഷ്ടമായിത്തത്. അപ്പം അതൊക്കെ അതിൻ്റെ ഒരു സെൻസിലെടുത്തു കഴിഞ്ഞാൽ അതൊരു നല്ല മൂവിയാണ്. സംഭവം എല്ലാവരും അത് പോയി കാണേണ്ട മൂവിയാണ്. അതൊരു ആവറേജാണ്, പക്ഷേ ആവറേജിലും നല്ലതെന്ന് പറയാം. അപ്പോൾ അത് ഫസ്റ്റ് എപ്പിസോഡാണ്, കുട്ടി സ്റ്റോറിൻ്റെ ഫസ്റ്റ് എപ്പിസോഡാണ്. അപ്പോൾ എല്ലാവരും അത് ആസ്വദിച്ചു എന്ന് ചിന്തിക്കുന്നു. അപ്പം ഞാൻ ഇനിയും ഇങ്ങനത്തെ പോലെ കുറേ റിവ്യൂസ് ചെയ്യും. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ കണ്ടത്, ഞാൻ ആ സിനിമയിൽ കണ്ടത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇഷ്ടമായോ ഇഷ്ടമായിട്ടില്ലേ എന്നൊക്കെ കമൻസിലിടുക. ഇനിയും എൻ്റെ വരാൻ പോകുന്ന വീഡിയോകൾ കാണുക. ഇഷ്ടമായെങ്കിൽ പറയാം.